സ്വാശ്രയത്തിലൂന്നിയ വികസനമാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ ആത്മനിർഭർ ഭാരതിൽ തലയെടുപ്പോടെ മുന്നോട്ടു പോകാൻ ഇന്ത്യക്ക് സാധിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. गांधी जयंती तक यानी 17 सितंबर से 2 अक्टूबर तक पूरे देश में लाखों लोग सेवा पखवाड़ा मना रहे हैं. मुझे बताया गया है कि गुजरात में भी अभी तो 15 दिन का सेवा पखवाड़ा है, लेकिन पिछले 2-3 दिनों में सेवा पखवाड़े के दौरान बहुत से कार्य हुए. सैकड़ों जगह पर ब्लड डोनेशन कैंप लगे और इनमें 1 लाख लोग अब तक ब्लड डोनेट कर चुके हैं. ये सिर्फ मुझे जो गुजरात की അനവധിയായ അവസരങ്ങൾ രാജ്യം പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ഗുജറാത്തിലെ ഭാവ്നഗറിൽ പൊതുജന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 34,200 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമുദ്ര സമൃദ്ധി എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനം പ്രധാനമന്ത്രി വീക്ഷിച്ചു. मजबूत करने की बात की जा रही है और 4% വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോയായാണ് പ്രധാനമന്ത്രി ഭാവ്നഗറിലെത്തിയത്. ഗ്രീൻഫീൽഡ് വ്യാവസായിക നഗരമായി വിഭാവനം ചെയ്ത ധോലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയണിന്റെ വ്യോമ നിരീക്ഷണവും പ്രധാനമന്ത്രി നടത്തും. ലോഥലിലെ സമുദ്ര പൈതൃക സമുച്ചയം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്രമേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്ന 7,870 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഇന്ദിരാ ഡോക്കിലെ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സമുദ്രമേഖല, LNG, അടിസ്ഥാന സൗകര്യങ്ങൾ, പുനരുപയോഗ ഊർജ്ജം, ഹൈവേകൾ, ആരോഗ്യ സംരക്ഷണം, നഗരഗതാഗതം തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ.